ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞെട്ടാഞ്ഞെടുങ്ങ എന്ന് പറയും. നമ്മൾ ഞൊട്ടാഞ്ഞൊടിയൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേട്ടോ, നിങ്ങൾ ഈ കാണുമ്പോൾ വിചാരിക്കും ഇത് നമ്മുടെ വീട്ടിലെല്ലാം ഇല്ലേ, ഇഷ്ടം പോലെയുള്ളൂ, ഇതെന്താ ഈ പറയാനുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ രണ്ട് തരത്തിലുള്ള ഞെട്ടാഞ്ഞൊടിയൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ എല്ലാവരുടെയും വീട്ടിൽ പണ്ട് മുതലേ കണ്ടുവരുന്നൊരു ഞെട്ടാഞ്ഞെടുങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കായ്കളുണ്ട്, പക്ഷേ ചെറിയ ചെറിയ കായ്കളാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു ഫോറിൻ ഐറ്റവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതാണിത്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇതിന് ഭയങ്കര നല്ല വലുപ്പത്തിലാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അങ്ങനെ നമ്മുടെ നാടൻ ഞെട്ടാഞ്ഞെടിയിൽ നിന്ന് നല്ല പഴുത്തത് നോക്കിയിട്ട്, നല്ല പാകമായത്, പഴുത്തത് നല്ല പഴുത്തതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, പാകമായത് നോക്കി 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നമ്മുടെ ഫോറിൻ ഞെട്ടാഞ്ഞെടിയും തമ്മിലുള്ള ഡിഫറൻസ് കാണണ്ടേ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഈ രണ്ടിൻ്റെയും വലിപ്പ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ. ഈ ഞെട്ടാഞ്ഞെടുങ്ങിക്ക് ടൊമാറ്റോലോസ് എന്നൊന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതുപോലെയുള്ള വലിയ ടൊമാറ്റോലോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അപ്പം ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഇവിടുന്ന് ഒരു ഫ്രൂട്ട് കഴിക്കാൻ കിട്ടിയത് എനിക്കല്ല, ബ്രദറിന് കിട്ടിയത്. അതവിടെ അതിൻ്റെ വിത്തിട്ട് ഉണ്ടാക്കി മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അത് സക്സസ് ആയിട്ട് നമുക്കിപ്പോൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ഉണ്ട്, വലിപ്പം തന്നെ ഡിഫറൻസ് കണ്ടോ. അതിൻ്റെ ഉള്ളിലെ കായും അത്രക്ക് വ്യത്യാസമുണ്ട് അതിൻ്റെ വലുപ്പത്തിൽ. അപ്പോൾ നമ്മൾ പഴുത്തി ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞെട്ടാൻ തുടങ്ങിയതിൻ്റെ അപ്പുറം മറ്റേ ഫോട്ടോ എടുത്ത് ഇതില്ല, അതിൻ്റെ അപ്പുറം കിട്ടിയ സാധനം കേട്ടോ. അപ്പോൾ അതിൽ പറിച്ചെടുത്തതാണ്. ഇതൊന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇത് അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഇതേപോലെ തക്കാളി പോലെ ഉണ്ടാവും വലുത്. മോൻ പറഞ്ഞത് കേട്ടില്ലേ, തക്കാളി പോലെ ഉണ്ടാവുന്നു. ശരിക്കും ഇത് തക്കാളിയുടെ ഒരു വർഗ്ഗത്തിൽപ്പെട്ടത് തന്നെ, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ടൊമാറ്റോലോസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഏകദേശം അതിൻ്റെ ഒരു സ്ട്രക്ചറും ടേസ്റ്റും ഒക്കെ ഉണ്ട് ഇതിന്. എനിവേ ഇത് കണ്ടോ, കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വലുതാണ് നമുക്ക് ഈ ഒരു ഫോറിൻ ഐറ്റം. ഇപ്പം നമ്മുടെ നാട്ടിലുള്ളതാണ് കേട്ടോ, നമ്മുടെ കയ്യിലുള്ള പഴുത്തത് ഞാൻ കഴിക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പം ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസ് കാണുവാൻ വേണ്ടി ഫോളോ ചെയ്യുകയും ചെയ്യാം. അപ്പം വീണ്ടും വരാം. ഇത്ര നേരം ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്.